മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും മറ്റൊരു മനോഹരമായ ഒരു ഹോം ടൂറിലേക്ക് സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് ഇന്നത്തെ ഹോം ടൂറിൽ നമ്മൾ കാണാൻ പോകുന്നത് ആരുടെ വീടാണ്, ഏത് സെലിബ്രിറ്റിയുടെ വീടാണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള നമ്മളെ സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അപർണക്കുട്ടിയുടെ വീട്ടിലേക്കാണ് നമ്മളിത് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എറണാകുളം ടൗണിൽ നിന്നും കുറച്ച് മാറിയിട്ട് മനോഹരമായ ഒരു നല്ലൊരു വില്ല. ഇപ്പോൾ നമുക്ക് അപർണ ദാസിന്റെ ആ മനോഹരമായ വീട്ടിലേക്ക് നമുക്ക് ചെല്ലാം. ഇത് കണ്ടോ, വീടിന്റെ പേര് മനോഹരം. അതിൽ ഡിയും എയും ആണ്. ഇത് ഉള്ളിൽ ചെന്നിട്ട് ചോദിക്കണത് ദീപക്കും അപർണയാണ്. അപ്പോൾ ഈ മനോഹരം എന്നുള്ള ചിത്രം അറിയാമല്ലോ, അവർ തമ്മിൽ ഒരുമിച്ച് അഭിനയിച്ച മൂവിയുടെ പേരാന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ നമുക്കറിയില്ല. നമുക്കത് അപർണക്കുട്ടിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. കോളിംഗ് ബെൽ. വില്ല പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള നല്ല മഞ്ചത്തിക്കുട്ടി അപർണദാസ്. അപർണദാസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നല്ല മണം മനോഹരമായ വീട്. മനോഹരം എന്നുള്ള പേര് കണ്ടായിരുന്നോ? അതും കണ്ടു. ആ ഡീം നിങ്ങളുടെ ഫസ്റ്റ് മൂവി അല്ലേ, നിങ്ങൾ ഒരുമിച്ചിട്ടല്ലേ? അതല്ലേ ദീപക്കും അപർണ. അതായത് ആ ഒരു പേരിലേക്ക് എത്തിയത്. അതിനു മുമ്പ് പറയട്ടെ, നല്ല വീട് കേട്ടാ, നല്ല കളർ കോമ്പിനേഷൻ, ബ്ലൂ കളർ. അപർണയുടെ വകയായിരിക്കുമല്ലോ, കാരണം ദീപക് ലൈഫിലേക്ക് വരുന്നതിന് മുമ്പേ ചെയ്ത വീടാണിത് അല്ലേ? അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോന്നിലും ഓരോ കല്ലിലും മണ്ണിലും മറ്റേ തൂണിലും തുരുമ്പിലും എന്റെ എല്ലാം ഉണ്ട്, എന്റെ വേർപ്പും എന്റെ അധ്വാനവും അല്ലേ? അപർണ എനിക്ക് തോന്നുന്നു ഇതൊരു 1.5 വർഷം മുമ്പേ ചെയ്ത വീടായിരിക്കണം അല്ലെ? ഒരു 1.5 വർഷം മുമ്പാണ് ഇങ്ങോട്ട് താമസം മാറിയത്. പക്ഷെ അതിനൊരു 6 months മുമ്പ് ഇങ്ങനെ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്ഥലം വാങ്ങിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പണിയൊക്കെ. അപ്പൊ ഇത് അവരുടെ തന്നെ ഒരു പ്ലാനും കൺസ്ട്രക്ഷനും ഒക്കെ അല്ലേ? അല്ല, ഇത് വില്ല ആയത് കാരണം എല്ലാ വീടിന്റെയും പുറം മാത്രം സെയിം ആയിരിക്കും, അകമൊക്കെ അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാ. അപ്പൊ ഇത് അപർണ ഡിസൈൻ ചെയ്തതാണ് ഇതെല്ലാം അല്ലേ? ഉള്ള സ്ഥലത്തിൽ മറ്റേ എന്താ പറയാ, ചെറിയ സ്പേസ് ആണ്, അതുകൊണ്ട് നമ്മൾ കുഞ്ഞതായതുകൊണ്ട് അത് ഭയങ്കര ക്യൂട്ട് ആവണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഈ പേസ്റ്റൽ ഈ ഒരു ബ്ലൂയിലേക്ക് വന്നതോ? ബിക്കോസ് എനിക്ക് എല്ലാം ലൈറ്റ്, വാൾസ് ഒക്കെ ലൈറ്റ് ആണ്. അപ്പൊ എന്തെങ്കിലും ഒരു ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഈ കളേഴ്സ് ആണ്. അപ്പൊ ഞാനിങ്ങനെ ഓരോ നമ്മളൊരു വീട് പണിയൊക്കെ ഉള്ളൊരു സമയത്ത് നമ്മൾ പോകുമ്പോൾ ആദ്യം നോക്കുന്നത് ഇവിടുത്തെ ഫർണിച്ചറും കാര്യങ്ങളും അല്ലേ. അങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. പിന്നെ ഇത് ബോറടിക്കില്ല, ഭയങ്കര ഫ്രഷ് അല്ലേ. പക്ഷെ ഇതിന് വീട് ഇപ്പൊ കാണുമ്പോഴും 1.5 വർഷം പഴക്കമുള്ള വീടാണെന്ന് തോന്നുന്നേ ഇല്ല. ഹൗസ് വാമിങ് കഴിഞ്ഞ് ഇപ്പൊ സെറ്റ് ചെയ്ത പോലെ അത്ര ഫ്രഷ് ആയിട്ട് നല്ല നീറ്റ് ആയിട്ട് നിൽക്കുന്നു. ഓസിന്റെ പ്രശ്നമുണ്ട് ചേച്ചിക്കുണ്ടല്ലേ? എനിക്ക് മറ്റേ ഒന്നിങ്ങനെ തുടച്ച് മറ്റേ വെള്ളമായി കഴിഞ്ഞാൽ അപ്പൊ തുടക്കണം, എന്തെങ്കിലും ഇത് കണ്ട് തുടക്കണം, അങ്ങനത്തെ പ്രശ്നം. അപ്പോൾ ഈ വീടിന്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ആരാണ്? ഞാനാണ് വീടിന്റെ വീട്ടമ്മ, ഷെഫ്, മറ്റെന്താ ക്ലീനിങ്, പിന്നെ വേറെന്താ ലോണ്ട്രി, എല്ലാം ഞാൻ തന്നെ. ആണോ? ഞാൻ തന്നെ. അപ്പൊ ഷൂട്ടിന് പോകുമ്പോ ദീപകിന്റെ കാര്യം അതായത് ദീപകൻ മറ്റേ ഈ പണ്ടത്തെ എന്റെ തുണി നീ കഴുകണം, പാത്രം നീ കഴുകണം, ചോറുണ്ടാക്കണം, അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് അല്ല. സ്വന്തം കാര്യം നോക്കിക്കോളൂ. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ എല്ലാം ചെയ്യും, അല്ലാത്ത സമയത്ത് അവര് ഹാൻഡിൽ ചെയ്തോളൂ. എന്റെ ബ്രദറും ഉണ്ട് ഇവിടെ, സോ അവര് രണ്ടുപേരും കൂടെ. ഞാൻ അതാ ഇപ്പൊ ചോദിക്കാൻ വന്നത്. കല്യാണത്തിന് മുമ്പേ എനിക്ക് അപർണ അറിയുമ്പോ അന്ന് അപർണയും അവൻ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കൂട്ടിനെ ചേച്ചി, എന്റെ കൂടെ എന്റെ ബ്രദറും ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇവിടെ ഒരു വില്ലയിൽ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇപ്പൊ ദീപക് വന്നപ്പോൾ ഞാൻ ഇവിടെ അവനെ പിടിച്ച് പുറത്താക്കി. അവൻ അല്ലെങ്കിലും വീട്ടിലുണ്ടാവാറില്ല, ഇന്നിപ്പോ ഇവിടെ ഉണ്ട് മുകളിൽ അവന്റെ റൂമിനകത്ത്. അപ്പൊ അവനുള്ള സമയത്ത് അവൻ അതിനകത്തായിരിക്കും. ഇപ്പൊ അവൻ മറ്റേ MBA കോളേജ് ടൈമുള്ള ആ സമയമാകുമ്പോ നമ്മളും ഭയങ്കര ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വീട്ടിൽ കയറാൻ വളരെ എപ്പോഴെങ്കിലും ആണ് വീട്ടിൽ കയറുന്നത്. സോ ആ ഒരു ഫേസിലാണ് അവനിപ്പോ ഉള്ളത്. അപ്പൊ അവനെ ഇടയ്ക്ക് കാണുമ്പോൾ അവനിങ്ങനെ വീട്ടിൽ വരും, പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്തായിരിക്കും, അങ്ങനെ. അപ്പൊ പണ്ട് മുതൽ അവനുണ്ട്, പക്ഷെ അവനില്ല. അവനുണ്ടോന്ന് ചോദിച്ചാൽ വീട്ടിൽ നിന്ന് അമ്മ അച്ഛനെ ചോദിക്കും അവനുണ്ടോ കൂടെ. അപ്പൊ ഞാൻ ഇപ്പൊ ബാത്റൂമിലാണ്, രാത്രി ആകുമ്പോ അവൻ വീട്ടിൽ തന്നെ അല്ല, ഇപ്പൊ കിടന്നുറങ്ങി. എന്നിട്ട് ഞാൻ ചോദിക്കണം എവിടെ ഉണ്ട്. ചേച്ചിമാരായാലും ഇങ്ങനെ വേണം അല്ലേ?
ബിക്കോസ് ഞാൻ ചാടുന്ന സമയത്ത് അവനായിരുന്നു സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നത്. നിങ്ങൾ ഭയങ്കര മ്യൂച്വൽ ഭയങ്കര ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ദീപക് വന്നപ്പോ ഇപ്പൊ അതിന്റെ ഫേസ് എങ്ങനെയായി? ദീപക്കും കൂടെ കൂടിയാണോ? ആക്ച്വലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അവര് രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും സിങ്ക് ആണ്. അവര് രണ്ടുപേരും ഓക്കെ ആണ്. അതുകൊണ്ട് ചക്കിക്കൊത്ത ശങ്കരനാണ് അത് ഓക്കെയാണ്. അളിയൻ ഭയങ്കര ബ്രോ അളിയൻ സെറ്റാണ്. അപ്പൊ പിന്നെ ഞാനാണ് അതിനിടയിലേക്ക് ഇടാം. ഇവര് ചില സമയത്ത് രാവിലെ വരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പോയി കിടന്നുറങ്ങും. സോ അവര് ഓക്കെയാണ്. അപ്പൊ പിന്നെ എനിക്ക് സമാധാനമുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമ്മൾ അതിനിടയിൽ വില്ലത്യാവാൻ പോവാറില്ല. അവരെ പാടാൻ. ഇനി ഇത് നിങ്ങൾ എവിടെ പോയി എടുത്തതാ? ഇത് ഊട്ടി ഡെസ്റ്റിനി ഫാം സ്റ്റേ എന്ന് പറഞ്ഞിട്ടൊരു. ഇവിടെയാണോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് പോയ സ്ഥലം? കല്യാണത്തിന് മുമ്പ് പോയതാണ്. കല്യാണത്തിന് മുമ്പ് ഞാൻ മാത്രം അറിയട്ടെ, സീക്രട്ട് നിങ്ങൾ ആരും അറിയണ്ട. ഇവ കെട്ടിയോണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാലോ, കുഴപ്പമില്ല. പറഞ്ഞോ. കല്യാണത്തിന് മുമ്പ് പോയ സ്ഥലമാണ്. ഓക്കെ, അപ്പൊ എടുത്ത കാലുകളാണ്. അന്നെടുത്ത് വെച്ച കാലുകൾ കണ്ടല്ലോ. കൊറേ എനിക്ക് തോന്നുന്നൊരു 3-4 വർഷം മുമ്പുള്ള ഫ്രെയിമും ഫോട്ടോ. ഞങ്ങള് പഴയ ഫ്ലാറ്റിൽ താമസിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് കൊല്ലമായിട്ടോ? 4 കൊല്ലം 5-5.5 കൊല്ലമായി ഓൾമോസ്റ്റ് ഇപ്പൊ. ആണല്ലേ? അപ്പൊ അന്നേ അവര് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ മനോഹരം നിട്ട്. മനോഹരത്തിൽ തന്നെ അതിപ്പോ അത്ര ആയില്ലേ? അതോ ഇയേഴ്സ് പോണത് അറിയുന്നില്ല. അപ്പൊ അന്ന് എന്തായാലും എടുത്തു വെച്ച്. എവിടെ? ഊട്ടിയിലല്ലേ? അത് തന്നെ വിനീതേട്ടനൊക്കെ സ്ഥിരം പോകുന്ന ഒരു റിസോർട്ടാണ് ഡെസ്റ്റിനി ഫാം സ്റ്റേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളോട് വിനീതേട്ടനാണ് പറഞ്ഞത് അവിടെ പോകുന്നല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? അടിപൊളി സ്ഥലം അല്ലേ? ഓക്കെ, ഇത് ആരുടെ വക ഗിഫ്റ്റ് ആണോ? ഇത് വാങ്ങിയതാണോ നിങ്ങൾ? ഗിഫ്റ്റ് ആണ്. ദീപകിന് കിട്ടിയ ഗിഫ്റ്റ് അല്ല, ദീപകൻ തന്ന ഗിഫ്റ്റ് ആണ്. അതെ, എനിക്ക് തന്ന ഗിഫ്റ്റ് ആണ്. എന്താ പാട്ട് കേൾക്കാൻ ഭയങ്കര എനിക്ക് സ്പീക്കർ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഞാൻ അത് പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് സ്പീക്കർ വേണമെന്നോ ഞാൻ അങ്ങനെ ഒന്നും. അപ്പൊ പക്ഷെ ഒരു ദിവസം ഞാൻ വന്നപ്പം എന്റെ കബോർഡിനകത്ത് ഈ സ്പീക്കർ ഉണ്ടായിരുന്നു. അതെങ്ങനെ ഞാനങ്ങനെ സ്പീക്കർ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞു തന്നതായിരിക്കും. ഓക്കെ, കാരണം പാട്ടല്ല. പക്ഷെ ദീപകൻ അങ്ങനെയല്ല. രാത്രിയാകുമ്പോ രാത്രി ഞാൻ ഈ ന്യൂട്ടെല്ലാം എടുക്കുന്ന കാണുമ്പോ ഇങ്ങനെ അങ്ങനെ എനിക്ക് ലുക്സ് ഒക്കെ തരുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനത്തെ അല്ല. പക്ഷെ ഇപ്പൊ ഞാൻ കൺട്രോൾ ചെയ്തു. പക്ഷെ അപർണയെ കണ്ടാ തോന്നേ ഇല്ല അല്ലേ? ഇങ്ങനെ ഞാൻ കേൾക്കുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഇതായിട്ട് എപ്പോഴും നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തേക്ക് അധികം ജങ്ക് ഫുഡ് ഒന്നും അധികം കഴിക്കില്ലാത്ത ആളാണ്. എനിക്കും മറ്റേ ഇതുണ്ട്, ഈ കൊടവയറ്. അപ്പൊ നമ്മള് മറ്റേ ടൈറ്റ് ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ വയറ് കുറച്ച് ഉള്ളിലേക്ക് ഇരിക്കും. പിന്നെ സ്ലീവ്ലെസ് ഇടാതിരുന്ന കൈന്റെ തടി അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞ് അവരുടെ അടുത്ത് കാര്യങ്ങളൊന്നും നിൽക്കട്ടെ. ഓക്കെ, എന്തായാലും ഇവിടെയും ആ സെയിം ഷെയ്ഡ് നല്ല നല്ല ഭംഗി. എന്നാലും ഭംഗിയുള്ള ഈ കളറിലുള്ള കെറ്റിലൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ഇത് നമ്മുടെ ഗ്രിഗറി ഇല്ലേ, ഗ്രിഗറി ഹൗസ് വാമിങ്ങിന് എനിക്ക് ദുബായിന്ന് വരുത്തിച്ചാണ് സ്മെഗിന്റെ കെറ്റിൽ. ഈ കളർ അറിഞ്ഞിട്ട് തന്നെ ഈ സെയിം കളറിൽ? ഐ തിങ്ക് സോ. അത് കളർ എനിക്ക് ഒന്ന് 1-2 കളർ അയച്ചു തന്നിട്ട് അപ്പൊ ഞാൻ ഈ കളർ ചൂസ് ചെയ്തു. അങ്ങനെ എന്തോ. അങ്ങനെ പൊതുവെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണോ? അല്ല, എനിക്ക് പക്ഷെ വീട്ടിൽ ഇങ്ങനെ ഒരു കളർ കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട്. ബ്ലൂ ഒന്നും അല്ല. ഫേവറേറ്റ് കളർ എനിക്ക് അങ്ങനെ ഒന്നും. എനിക്ക് വൈറ്റ് ഇഷ്ടമാണ്, ബ്ലാക്ക് ഇഷ്ടമാണ്, പിന്നെ യെല്ലോ ഇഷ്ടമാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ദീപകിന്റെ ഫേവറേറ്റ് കളറോ? ഐ തിങ്ക് ബ്ലാക്കും ബ്ലൂ ഒക്കെ തന്നെയാണ്. ഓക്കെ, വീടിന്റെ ഒരു ഇതിൽ വന്നപ്പോ ഇതിങ്ങനെ ചെയ്തു മാത്രം. ഈ കിച്ചൺ കണ്ടിട്ട് ഇതിന്റെ ഒരു ഏകദേശം ഒരു ഇത് ഞാൻ സത്യം പറയട്ടെ, ഈ വീട്ടിൽ അടുത്ത കാലത്ത് കുക്ക് ചെയ്തായിട്ട് എനിക്ക് തോന്നില്ല. ഈ മറ്റേ ഈ ഏരിയയിലുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ ആക്ച്വലി ഇതൊരു വില്ല ആയതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാവുമ്പോ എന്നെ ഇവിടെ ഉള്ളവർ വിളിച്ചിട്ട് പറയും, നീ ഒറ്റയ്ക്കാണോ? എന്നാ നീ കൊണ്ട് ഉണ്ടാക്കണ്ട, ഇവിടെ കറിയുണ്ട്, ചോറുണ്ട്, ഉച്ചയാകുമ്പോ കൊണ്ടുതരാന്ന് പറയും. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ പണിയെടുക്കാറേ ഇല്ല. ദീപക്കേട്ടനും എന്റെ അനിയനും ഒക്കെ ഉള്ള സമയത്തായതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇങ്ങനെ മറ്റേ രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് ഇവിടെ എന്താ, ഇതെനിക്ക് ഇഷ്ടല്ല, ഈ വീട്ടിലെന്താ, ഇതെനിക്ക് അങ്ങനെ എനിക്ക് അത്രയും ടച്ച് വുഡ് ഭയങ്കര എല്ലാരും ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷെ അവരും ഇവിടെ കേറുമ്പോ പറയും, ഈ അടുക്കളയിൽ കയറിയാ നീ അടുക്കളയിൽ കയറുന്നതായിട്ടേ തോന്നില്ല. അങ്ങനെയല്ല, ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ നോക്കട്ടെ. ഇവിടെ സ്പൂണൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കണ്ടാൽ എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട്
ഇതൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കണ്ടേ? ഈ കത്രിക കണ്ടാൽ മറ്റേ നിങ്ങള് മീൻ കടയിൽ പോലും ഇത്രയും ഉപയോഗിച്ച കത്രിക നിങ്ങൾ കാണില്ല. അപ്പൊ ഇത് കാണാതിരിക്കുന്നതല്ല. അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷെ അടച്ച ഉള്ളിലേക്ക് നീറ്റ് ആക്കുന്നുള്ളതേ ഉള്ളൂ. എല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഹൈഡ് ചെയ്ത്. ഓക്കേ, അപ്പൊ ഇതാണ് ഇന്ന് രാത്രിക്ക് ഇനി എന്താ പരിപാടി? ഇന്ന് രാത്രി ചിലപ്പോ നമ്മൾ പുറത്തുനിന്നായിരിക്കും. പിന്നെ ഹി ഹാസ് സം സ്റ്റോറി ടു ഹിയർ. പിന്നെ ഇന്ന് വൈകുന്നേരം എനിക്കൊന്ന് പുറത്തു പോകണം. അപ്പൊ ഞാൻ പുറത്തുനിന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും മറ്റേ ആ ഒരു വീട്ടമ്മ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറ്റേ ഞാനൊരു വൈഫാണ് അങ്ങനെ ഒന്നുള്ളൊരു ഫീലേ വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു 2 ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുമ്പോ എങ്ങനെയാണ് അതുപോലെയാണ് ഇപ്പൊ ജീവിച്ചു പോകുന്നത്. അത് നിങ്ങൾ ഇതിനു മുമ്പേ ആ ഒരു പാറ്റേണിൽ ജീവിക്കുകയായിരുന്നില്ലേ കല്യാണത്തിന് മുന്നേ? അപ്പൊ അത് കഴിഞ്ഞപ്പോഴും കല്യാണം ഒരു ഒഫീഷ്യൽ ഒരു ചടങ്ങ് പോലെ നടന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ വേറെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. കുറച്ച് കാലമായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് അതുകൊണ്ട് അത് ആ ഒരു അതും അങ്ങനെ തോന്നുന്നു. ഇത് പുറത്തേക്ക് എങ്ങനെ? ഇത് പക്ഷെ വർക്ക് ഏരിയ അല്ലാണോ? വർക്ക് ഏരിയ പോലെയാണ്. പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ചുമ്മാ കുറെ ഇങ്ങനെ ഒരു സ്പേസ്. ഓക്കെ. ക്യാമറ കാണാതെ ചേച്ചി മാത്രം കാണുന്നതായിരിക്കും നല്ലത്. ഏതൊന്നുമില്ല, നല്ല നീറ്റ് ആയിട്ടിരിക്കുന്ന എല്ലാ വീട്ടിലുള്ളത് തന്നെയാണല്ലോ വർക്ക് ഏരിയ സ്പേസ്. നമ്മുടെ അടിച്ചു വരുന്നതും തുടയ്ക്കുന്നതും. പക്ഷേ അപർണ തന്നെയാണ് ഫുൾ ഇവിടെ ക്ലീൻ ചെയ്യണതും തുടയ്ക്കണതും തൂക്കണതും ഒക്കെ. ഞാൻ മറ്റേ ഈ എല്ലാ ദിവസവും ഷൂട്ടുള്ള വലിയൊരു സ്റ്റാർ ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഷൂട്ടുള്ള സമയത്ത് മാത്രം ഇവരൊക്കെ വീട് നോക്കും. അത് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ തന്നെ വീണ്ടും അടിച്ചു വരി തുടക്കേണ്ടി വരും. ഇങ്ങനെ കുറച്ച് ദിവസങ്ങളിലേക്ക് 2 മഹാന്മാരുടെ കയ്യിലേക്ക് വീട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് തിരിച്ചവരുടെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോഴത്തെ ആ ഒരു അവസ്ഥ അതെന്താ? ഞാൻ ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചത്, ഐ മീൻ ഈ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും ദൈവമേ വീട് വൃത്തിയായിട്ടുണ്ടാവണേ, എനിക്ക് വയ്യ, എനിക്ക് വീട്ടിൽ പോയി ക്ലീൻ ചെയ്യാൻ വയ്യ എന്നുള്ള. പക്ഷെ ആദ്യമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ എല്ലാരും യൂസ്ഡ് ആയി. ഇപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് നീറ്റ് ആയിരിക്കും. പേടിച്ചിട്ടല്ല, മറ്റേ ഇവള് മാത്രമേ ഈ ലോകത്തൊരു വീട് വെച്ചിട്ടുള്ളൂ, വേറെ ആർക്കും ഒരു വീടില്ല എന്നുള്ള ആ ഒരു ഇതില് അവര് പണ്ടാറ് ഇനി ഒന്നും കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വൃത്തിയാക്കി. പക്ഷെ എന്നാലും നമുക്ക് മറ്റേ വീട്ടിൽ കയറി വന്ന് ഇതെന്താ ഇവിടെ ഒരു ഇത്തിരി പൊടി, ഇതെന്താ ഒരു ബ്ലാക്ക് സാധനം അങ്ങനെ തോന്നും. പക്ഷെ എന്നാലും മാക്സിമം അവര് ട്രൈ ചെയ്തല്ല നീറ്റ്. പൊതുവെ യൂഷ്വലി അപർണയുടെ ഒരു ഡെയിലി പാറ്റേൺ രാവിലെ എണീറ്റ് അപർണയുടെ റൂം ഇവിടെ മേളിലേക്കാണ്. അവിടെ അനിയൻ കിടക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? ദീപക്കോ കിടക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ അവർ രണ്ടുപേരും ഉറങ്ങുന്ന സമയത്തുണ്ട്, അവർ ഉറങ്ങാണ്. നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പൊ മേളത്തേക്ക് പോയി കഴിഞ്ഞാല് വേറെ ഒന്നും വല്ല ഹോം തിയേറ്റർ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ദിസ് ഇസ് എ വെരി സ്മോൾ, എന്താ ഒരു 3 ബെഡ്റൂം ഒരു വില്ലയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്പേസ് നമുക്ക് ഉണ്ട് മുകളില്. അപ്പൊ ഇൻ ഫ്യൂച്ചർ മേ ബി അങ്ങനെ ഒരു എന്തെങ്കിലും പ്ലാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ബട്ട് ഐ എം നോട്ട് ഷുവർ. ലൈക്ക് ഇതിപ്പം കുറച്ച് ഉള്ളിലോട്ടായതുകൊണ്ട് ഐ എം ആക്ച്വലി ഓൾസോ പ്ലാനിങ് ഐ മൈറ്റ് ഷിഫ്റ്റ്. ഐ എം നോട്ട് ഷുവർ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ എല്ലാം ഇങ്ങോട്ട് ചെയ്യണമെന്നുള്ള ഒരു ജസ്റ്റ് ഒരു കൺഫ്യൂസ് സ്റ്റേജ് ആണ്. അപ്പം ചിലപ്പം ഇവിടെ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ മാറുമായിരിക്കും. നമ്മളെപ്പോഴും ഡ്രീം ബിഗർ എന്നാണല്ലോ. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം. നമ്മൾ എപ്പോഴും വലുതായിട്ട് ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത്. ഞാനിത് ഇതിനു മുമ്പേ ഇതെവിടെ ഒപ്പിച്ച ഇത് ഞാൻ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ച. എനിക്ക് ആന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മറ്റേ നെന്മാറക്കാരിയാണ്. അപ്പൊ നെന്മാറ വേല ഇതുവരെ ഊരിട്ടില്ല. നെന്മാറ വേല എന്റെ വീടിന്റെ മുന്നിലാണ്. വീടിന്റെ മുന്നിൽ എന്റെ വീടിന്റെ തൊട്ട് മുന്നിൽ ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ആ ഗവൺമെന്റ് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് വേലയ്ക്ക് ആനകളെ കെട്ടുന്നത്. ഏകദേശം 13 ആനകളെ അവിടെയാണ്. അപ്പൊ ഞാൻ ഈ ചെറുപ്പം മുതലേ ഈ വേല അങ്ങനത്തെ പരിപാടിയൊക്കെ, എനിക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഐ ഗോട്ട് ഇറ്റ് ഫ്രം അങ്ങനെ വാങ്ങിയതാണ്. ഓക്കേ, നമുക്ക് ഇനി ഇവിടെ ഈ വീടിന്റെ ഇത്രയും നല്ലൊരു മോഡേൺ കംപ്ലീറ്റ് എല്ലാം അങ്ങനത്തെ ഒരു ഇതിലാണ്. അപ്പൊ ഈ ഈസി ചെയറിന്റെ പിന്നിലത്തെ കഥ എന്താ? ഇതാണ് എനിക്ക് ഒരു രീതിയിൽ ഇത് നോക്ക് എങ്ങനെ സെറ്റ് ആവും. അല്ലെ, ഞാൻ മറ്റേ ചെറുപ്പം മുതൽ എന്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് വളർന്നതൊക്കെ. അപ്പൊ എന്റെ മുത്തശ്ശൻ ഒരു ഏജ് കഴിഞ്ഞപ്പം പുള്ളി പുറത്തു പോകാതായ സമയത്ത് ആൾക്ക് ആകെയുള്ള ഒരു ഹോബി എന്ന് പറയുന്നത് പേപ്പർ വായിക്കലാണ്. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് വരെ ഈസി ചെയർ ഇരിക്കും, പേപ്പർ വായിക്കും. നാട്ടിലോട്ടോ, പാലക്കാട്. അവിടുത്തെ വീട് ഇതുപോലെ ഇങ്ങനെയല്ല. നമുക്ക് മറ്റേ വീടും ഗേറ്റും മുറ്റവും അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്പേസ് ആണല്ലോ. അപ്പൊ പുറത്ത് വന്നിരുന്ന റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരൊക്കെ കാണും, ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. അപ്പൊ പുള്ളി യൂസ്ഡ് ആണ് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്നവരെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും രാത്രി വരെ ആള് ഈസി ചെയറിലാണ്. അപ്പം അമ്മൂമ്മയും മുത്തശ്ശനും ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വരുമ്പോ അവര് മാക്സിമം കംഫർട്ടബിൾ ആവണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ വീട് പണി ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം തന്നെ ലൈക്ക് വേറെ എന്തും സോഫ കട്ടിൽ റെഡി ആയില്ലെങ്കിലും എനിക്ക് ഈസി ചെയർ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി വാങ്ങിച്ചോളാണ്. ബിക്കോസ് ഹൗസ് വാമിങ്ങിന് മുത്തശ്ശൻ വരുമല്ലോ. അപ്പൊ ആൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് വേണമെന്നുള്ളതുകൊണ്ട്. അപ്പൊ മുത്തശ്ശൻ ഇല്ലാത്ത സമയത്ത് എന്റെ
എന്റെ അനിയൻ വാങ്ങിച്ചു തന്നാണ് എന്റെ ബർത്ത്ഡേക്ക്. അപ്പൊ ഇത് പിന്നെ ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചാണ്. ഇവർ രണ്ടുപേരും വേറെ ആരും ഇവിടെ ഇരിക്കരുത്, മുത്തശ്ശൻ വരുമ്പോ മുത്തശ്ശൻ ഇരിക്കും എന്നുള്ളത്. കുട്ടിക്കളി മാറാത്ത അപർണദാസ് സ്വന്തമായിട്ട് വാങ്ങിയ ഏത് പ്രായത്തിലാണ് ഇത് വാങ്ങിയത്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പാ തോന്നി. കുറച്ച് മാസം കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്കളി മാറാത്ത അപർണ സ്വന്തമായിട്ട് കളിക്കാനായിട്ട് കൂട്ടുകാരൻ വാങ്ങിയത്. പേരിട്ടോ എന്നിട്ട് ഇതിന്? ഞാൻ പറയുന്നില്ല, പേരും ഉണ്ടാവും, എന്നോട് സംസാരിക്കണം ഉണ്ടാവും. എന്നിട്ട് അനിയൻ ആ ചേച്ചിയുടെ സ്വഭാവം മനസ്സിലാക്കി അനിയൻ വാങ്ങിക്കൊടുത്ത ഒരു പോയി. അയ്യോ, അതെങ്ങനെ? എനിക്കറിയില്ല, ഒരു ദിവസം നോക്കിയപ്പോ കണ്ണില്ല, ഒറ്റക്കണ്ണനായിട്ട് ഇരിക്കണ്ടേ. എന്നിട്ട് മുത്തശ്ശൻ ഈസി ചെയറിൽ ഇരുന്നോ? മുത്തശ്ശൻ ഒരു 3-4 ദിവസം വന്നിരുന്നു. അവർക്ക് പിന്നെ അവിടുന്ന് മാറി നിക്കാന്ന് പറയുന്നത് കുറച്ച് ഹാർഡാണ്. പക്ഷെ എന്നാലും മാക്സിമം ഹി കെയിം ഇൻ സ്റ്റേഡ് ഒരു 5 days നിന്നു. അപ്പൊ ഇത് കംഫർട്ടബിൾ ആണ്. അപ്പൊ വിളിച്ചുകൊണ്ട് പേപ്പർ വായിക്കുകയും ചെയ്യാം. അതാണ് ജനലിന്റെ അവിടെ തന്നെ സെറ്റ് ചെയ്തല്ലേ. ബിക്കോസ് അവരാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം അവർക്ക് കംഫർട്ടബിൾ. അമ്മമ്മ ഓക്കെയാണ്, എവിടെ വേണമെങ്കിലും ആയിക്കോളും. മുത്തശ്ശന് ഒരു ഏജ് ആയപ്പം പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം. ശരിക്കും അത് എത്ര പേര് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഭയങ്കര നല്ല ഒരു ഇത് തന്നെ. ഇതും നല്ല രസമുണ്ട്, ഈ ലാംപ് ഷെയ്ഡ് ഒക്കെ. ഇതൊക്കെ പിക്ക് ചെയ്യണതും ഇവിടെയുണ്ട് നല്ലൊരു ഷാൻഡ്ലിയറിന്റെ അല്ലേ. ഇതൊക്കെ അപർണ തന്നെയാണോ പോയിട്ട് ഓരോ വീട് പണി നടന്നപ്പോ പിക്ക് ചെയ്തതെല്ലാം? എല്ലാം ഞാനത് എവിടെ വേണമെങ്കിലും പറയാം. ബിക്കോസ് ഞാൻ മറ്റേ എന്താ പറയാ, ഇതിന്റെ ടൈൽസ് മുതൽ എല്ലാം പോയിട്ട് പോയി വാങ്ങി. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. പക്ഷെ നമ്മള് ആഗ്രഹിക്കുന്നത് നടക്കോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പിന്നെ അപ്പൊ ദീപക്കേട്ടൻ ആക്ച്വലി ആ സമയത്ത് വീട് വെക്കണം എന്നുള്ളൊരു പ്ലാൻ ഉള്ള സമയത്ത് ഹി വാസ് പ്ലാനിങ്. ഇങ്ങനെ സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു എന്ന് എനിക്കും വേണം എന്നുള്ള ഒരു ഇതില് വെറുതെ ഞാനിങ്ങനെ OLX ഇങ്ങനെ കുറെ സ്പേസ് ഇങ്ങനെ തപ്പാൻ തുടങ്ങി. തപ്പി ഇവിടെ കുറെ സ്ഥലങ്ങൾ പോയി കണ്ടു, ഒന്നും ശരിയല്ല. ഇവിടെ എത്തിയപ്പോ എനിക്ക് എന്താ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ്. ഈ ഒരു ലാൻഡ് ആ സമയത്ത് ഇവിടെ ബിൽഡിംഗ് ഒന്നുമില്ല, ഒരു വീടും ഇല്ല, ജസ്റ്റ് പ്ലെയിൻ ലാൻഡ് ആയിരുന്നു. പക്ഷെ എനിക്ക് എന്തോ ഇഷ്ടമായി. അപ്പൊ എന്റെ അക്കൗണ്ടിൽ ആക്ച്വലി 15,000 rupees ആണുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നമുക്കിത് വാങ്ങാം. എനിക്കപ്പൊ സിനിമ വരുവോ ഇല്ലയോ, കിട്ടുവോ, അടുത്തതുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഇത് എന്തായാലും ചെയ്യാം, എന്തായാലും ലോൺ എടുക്കണം. ലോൺ നമ്മൾ വീട് വെക്കുക എന്നുള്ളൊരു സൈഡിൽ ലോൺ എടുക്കാം എന്നുള്ള രീതിയിൽ. പക്ഷെ എന്നാലും ഒരു മിനിമം നമ്മുടെ ഒരു ബേസിക് പൈസയെങ്കിലും വേണ്ട. പക്ഷെ അതുപോലെ ഇല്ലാത്ത സമയത്താണ് ഞാൻ മറ്റേ ഓക്കെ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് എടുത്തത്. എനിക്കറിയില്ല, വെറും 15,000 rupees അക്കൗണ്ടിൽ വെച്ചിട്ട് ഇതുപോലത്തെ മനോഹരമായിട്ട് ഒരു വീട് വാങ്ങാനെടുത്തൊരു. പക്ഷെ എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ചേച്ചി. നമ്മള് പിന്നെ എവറിത്തിങ് ഹാപ്പൻസ് എന്നുള്ളത് നമ്മളൊരു ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് 1 week നമ്മൾ ടോക്കൺ ഒരു 25,000 എങ്ങാണ്ട് കൊടുക്കണം. ആ സമയമാകുമ്പോഴേക്കും എനിക്ക് അതിനുള്ള പൈസ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് half of this house payment was my മറ്റേ ആ സമയത്ത് വന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനു വേണ്ടിട്ട് ഇറങ്ങി പുറപ്പെടുക. അപ്പൊ എല്ലാം അതിന്റെ പിറകെ വരും. ഇനി ഇങ്ങനെ വീടെന്നുള്ളൊരു സ്വപ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ബൈറ്റ് ഹോംസ് ഫോർ ഉണ്ട്. ബൈറ്റ് ഹോംസ് ഫോറിൽ മാത്രം വിചാരിച്ചാൽ മതി, നമുക്ക് പകുതി പണം കൊണ്ട് നമുക്കൊരു വീട് സ്വന്തമാക്കാം. ഇതേപോലെ ഒരു ഫസ്റ്റ് നമുക്ക് ബിഗിനിങ് ഇതേപോലെ വീട് തുടങ്ങുമ്പോൾ ഒരു പകുതി പൈസ നമുക്ക് ഇപ്പൊ എത്രയാണോ നമ്മുടെ ടാർഗറ്റ്, ഇപ്പൊ ഈ വീടിന് എത്രയാണോ അതിന്റെ ഹാഫ് എമൗണ്ട് മാത്രം നമ്മൾ മനസ്സിൽ കണ്ട് ബൈറ്റ് ഹോംസിന് കൊടുക്കുക. എന്നിട്ട് വീടിന്റെ പണിയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് 50 തവണകളായിട്ട് പിന്നെ ബാക്കി എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ലൊരു ബ്രീതിങ് ടൈം കിട്ടും. മാസം തവണകളായിട്ട് അടയ്ക്കല്ലേ. മാത്രമല്ല ഇപ്പൊ നമുക്ക് ആപ്പ് ഉള്ളത് കൊണ്ട് ലൈവായിട്ട് ഇപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും, നമ്മൾ വേറെ ദൂര സ്ഥലത്തേക്കാണെങ്കിലും നമുക്ക് എവിടെ നിന്നാണെങ്കിലും ഇവരുടെ ലൈവായിട്ട് കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ വീട് പണി എത്രത്തോളം ആയി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ അവർ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരും. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അപർണയ്ക്ക് തന്നെ വരികയാണെങ്കിൽ അപ്പൊ ബൈറ്റ് ഹോംസ് ഫോർ ഓർത്താൽ മതി കേട്ടോ. ബ്യൂട്ടിഫുൾ. ആ ഒരു ഇത് ഇങ്ങനെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു തന്നെയാണ്. ഇനി മെയിലിലേക്ക് ഞാൻ പോകുന്നില്ല. അവിടെ ദീപക്കും അനിയനും ഒക്കെ ഓരോ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഈ പിക്ചർ വരെ ഒന്ന് പോയി നമുക്ക് ഇവരുടെ കല്യാണ ഫോട്ടോസ് ആണ്, അതൊന്ന് കാണാം. ഇത് ഗുരുവായൂർ അമ്പലത്തിൽ താലികെട്ട്. അത് അവിടെ നമ്മൾ പാലക്കാട് ഓഡിറ്റോറിയത്തില് താലികെട്ട് കഴിഞ്ഞാൽ മറ്റേ ഹാളില് ഫംഗ്ഷൻ ഉണ്ടല്ലോ, വീണ്ടും മാലയിടൽ, അത് പാലക്കാടായിരുന്നു. ഇത് കണ്ണൂർ റിസപ്ഷൻ. ഇതാണ് മൂന്നിന്റെയും ഓരോന്നിന്റെയും ഫോട്ടോസ്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആണോ? നമ്മളായിട്ട് ഇവിടെ ഒന്നും ഫ്രെയിം ചെയ്ത് മറ്റേ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. ഗിഫ്റ്റ് കിട്ടിയതിന് ശേഷം എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചു മാത്രം. ഫ്രെയിംസിൽ വെച്ചു മാത്രം. ഓക്കെ, അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ എടുത്തോളൂ. പിന്നെ അങ്ങോട്ട് ബെഡ്റൂംസ് ആണ് ഇവരുടെ. ഇതാണ് മൈ സ്മോൾ ഹോം സ്വീറ്റ് ഹോം. ഹോം സ്വീറ്റ് ഹോം. ഓക്കെ,
ഇവിടെ ഒരു ചെറിയൊരു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ബാറും കൂടെ ഞാൻ കണ്ടുപിടിച്ച്. വേണമെങ്കിൽ കാണിച്ചു തരാം. അത് കാണിച്ചു തരാം. ഇത് കാണിക്കാൻ പാടില്ല, അടിയിൽ എഴുതി കാണിക്കണം ആൽക്കഹോൾ ഡ്രിങ്കിങ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഞാൻ പറഞ്ഞു അപ്പൊ കുഴപ്പമില്ല. എനിക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ എന്റെ വീട്ടിലൊരു ബാർ സെറ്റപ്പ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ കുടിയൊത്തിയൊന്നും അല്ല, പക്ഷെ മറ്റേ നമ്മൾ ഈ ഞാൻ പഠിച്ച് വളർന്നൊക്കെ മസ്കറ്റിലായിരുന്നു. അവിടെ മറ്റേ ഈ അറബികളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർക്ക് പ്രൈവറ്റ് ബാർ ഏരിയ, അപ്പം എനിക്ക് ഗസ്റ്റ് ഒക്കെ വരും അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ ഐ വോണ്ട് ടു ലൈക്ക് ഇങ്ങനെ ഇവിടെ വെച്ച് സെർവ് ചെയ്ത് നിങ്ങൾക്ക് ഇനി എന്ത് വേണം എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒളിപ്പിച്ച് വെച്ചാണ്. ഇപ്പോൾ നമ്മുടെ കുറെ ചേട്ടന്മാര് ക്യാമറ ഒക്കെ സൈഡിൽ വെക്കും, എന്നിട്ട് ഒളിപ്പിച്ച് വെച്ചാണ്. എനിക്ക് വലിയ ഉപയോഗം ഇല്ലെങ്കിലും എനിക്ക് മസ്കറ്റിൽ നിന്നൊക്കെ വരുമ്പോ ഡ്യൂട്ടി ഫ്രീ കയറി ഇങ്ങനെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാൻ ഇഷ്ടമാണ്. ഞാൻ വെക്കും, തീർക്കാൻ ആൾക്കാരുണ്ട്. അതുകൊണ്ട് അത് അധികം ഇരിക്കാറില്ല. പക്ഷെ അതാണ് സംഭവം. കൊണ്ടുവന്ന് വെക്കുന്ന പാടെ എല്ലാം കാലിയായി പോവാൻ അത് പോക്കാൻ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ദീപകനെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത്. അല്ല, അതല്ലാതെ ആൾക്കാരുണ്ട് ഈ വീട്ടിൽ വേറെ പല ആൾക്കാരും വന്നു പോയെന്ന ആൾക്കാരുണ്ട്. ഇനി ഇതൊന്നും സാധനങ്ങൾ അധികം നാള് വെച്ച് വളിച്ച് ചീത്തയായി പോകുന്നതിലും ഭേദം അത് ഉപയോഗിച്ച് തീർക്കുന്നതാണല്ലോ. അതാണ് അതിന്റെ പിന്നിലത്തെ ഒരു ഫിലോസഫി. എങ്ങനെ തരാം കേട്ടോ, ഷൂട്ട് കഴിയുമ്പോ തരാം. അങ്ങനെ ബാക്കിലായതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ക്യൂരിയോസും സാധനങ്ങളും, ഇതിന്റെ പിന്നിലത്തെ കഥകളും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ പ്രകാശൻ 101 days ഓടിയത് അതാണ് അതെല്ലാം. പിന്നെ മറ്റേ കുഞ്ഞിരാമായണം എന്റെ അല്ല, കണ്ണൂർ സ്ക്വാഡ് എന്റെ അല്ല, മറ്റേ ഇത് രക്ഷാധികാരി ബൈജു എന്റെ അല്ല, ക്യാപ്റ്റൻ എന്റെ അല്ല. പിന്നെ ഇത് നമ്മുടേതാണല്ലോ, ഫിലിം ഫെയർ. അപർണദാസിന്റെ സ്വന്തം. അതൊന്ന് പിടിച്ചു നിക്ക് കാണട്ടെ. യെസ്, അത് പിടിച്ച് ഇതാ. ഏതായിരുന്നു വർഷം? ഇത് ഈ വർഷം 24 ഇപ്പൊ 23 കഴിഞ്ഞ മാസം പോയി വാങ്ങിച്ചിട്ട് വന്നു. ഫ്രഷ് ആണ്, ഫ്രഷ് പീസാണ്, ഡാഡക്ക് കിട്ടിയതാണ്. ഇനി ഇവിടെ അടിപിടിയായിരിക്കും, എന്റെ സാധനം വെക്കണോ നിന്റെ സാധനം വെക്കണോ. ഞാൻ ഇനി കുറെ അവാർഡുകൾ വെക്കാൻ വേണ്ടി ഒരു കോർണറിൽ ഒരു ഷെൽഫ് വാങ്ങണം. നമുക്ക് ആഗ്രഹിച്ചാൽ നടക്കുന്നാണല്ലോ. തീർച്ചയായിട്ടും ആഗ്രഹിച്ച് വാനത്തോളം നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അതുപോലെ കിട്ടി. ഇതിന്റെ ഒക്കെ വേറെ എന്തിന്റെങ്കിലൊക്കെ ഇത് പിന്നെ ബുക്സ് പിന്നെ ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ്. വായിക്കാറില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ വാങ്ങിച്ചു വെക്കാൻ ഇഷ്ടം. ഷോപ്പീസ് ആണ്. അല്ലേ? അതെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ. താലി കെട്ടിയ ഫോട്ടോ ഇതിപ്പോ അവിടെ ആ ഫംഗ്ഷൻ നടന്നപ്പോ അല്ലേ? അത് തന്നെ. ഇതൊക്കെ ഗിഫ്റ്റ് ഇങ്ങനെ അയച്ചു തരൂല്ലേ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ. അങ്ങനെ ഇതിന്റെ പിന്നിൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ടേർട്ടിൽ വെച്ച് കഴിഞ്ഞാല് വീട്ടില് എപ്പോഴും പൈസ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമുക്ക് ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു അതുകൊണ്ട് മറ്റേ ശിവദ ചേച്ചി ഇല്ലേ, ഹൗസ് വാമിങ്ങിന് വന്നപ്പം ശിവദ ഗിഫ്റ്റ് ചെയ്താണോ ചേച്ചി? ഗിഫ്റ്റ് ശിവദ ചേച്ചി ഇതാണോ ഈ ഗണപതി ആണോ എന്ന് എനിക്കറിയില്ല. അനുചേട്ടൻ, അനുചേട്ടൻ ആണോ ഇത്? അത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും ഗിഫ്റ്റ് ചെയ്താണ് ഇതും രണ്ടും കൊടുക്കട്ടെ ആൾക്കാരെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് അനുമോഹന്റെ വക, ഒന്ന് ശിവദയുടെ വക. അത് ആരാണ് എന്താണ് ഇതിപ്പോ അവർക്ക് മാത്രം അറിയുള്ളൂ അവര് വാങ്ങിയെന്നുള്ളത്. അപ്പം ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് പീസാണ്. ഇത് മറ്റേ ലക്കി ടേർട്ടിൽ എന്നൊക്കെ പറയും. അപ്പൊ ഞാനിങ്ങനെ ഡോറ് ഫേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ കുറവ് കാരണം പൈസ വരാതിരിക്കണ്ട. അപ്പൊ ഞാനിങ്ങനെ മറ്റേ ചില്ലറ കിട്ടിയപ്പോ ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ടേർട്ടിലിന് ഒരു ഡൗട്ട് വേണ്ട, എന്തിനാണ് ഡോർ നോക്കിയിരിക്കുന്നത്. അപ്പൊ അത് കൊണ്ടുവരാനാണെന്നുള്ള ഒരു ഇതില് ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ആഗ്രഹിച്ച പോലെ വാനോളം ഈ വീട്ടിൽ വെക്കാൻ പറ്റാത്ത അത്രയും വേണം നിധികളും പൈസകളും എല്ലാം വരട്ടെ. മറ്റേ വേറെന്തെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇത് കുഴിച്ചു നോക്കുമ്പോ മറ്റേ സ്വർണ്ണവും ഇതൊക്കെ കിട്ടുന്നത് പോലെ. അപ്പൊ അങ്ങനെ നമ്മുടെ അപർണദാസിന്റെ എന്താ പറയാ സ്വന്തം കഷ്ടപ്പാടിലും ഇതിലും അപർണയുടെ വലിയ കുറെ നാളത്തെ ഡ്രീം ആയിരുന്നു ഇങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു വീട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അപർണയും ദീപകും തമ്മിൽ അടി ഉണ്ടാക്കാനുള്ള വേറൊരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്, എനിക്ക് ഇവിടെ ഇത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നും പറഞ്ഞു അപർണ ഇത് അങ്ങനെ പറയുമ്പോൾ ദീപക് എന്തായിരിക്കും ദീപകിന്റെ മറുപടി? ദീപകൻ കണ്ണൂർ ഒരു വീട് വെക്കുന്നുണ്ട്, പിന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് മറ്റേ ഒരുപാട് അടച്ചങ്ങ് ആക്ഷേപിക്കാൻ പറ്റില്ല. നാളെ മേലെ അങ്ങോട്ട് പോകുമ്പോ പിന്നെ ഇത് ഞാൻ കേൾക്കണം എന്നുള്ളതുകൊണ്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ ദീപക്കും ഞാനും വെക്കുന്നുണ്ട് എന്റെ വക ഒരു മാളിക എന്നുള്ള ഒരു സ്റ്റൈലിൽ തന്നെയാണ്. എന്തായാലും നല്ല ഭംഗിയായിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപർണക്കുട്ടിക്ക്. ഇതേപോലെ നല്ല ഭംഗിയായിട്ട് വീടുകൾ ഇനിയും ഒരുപാട് ഉണ്ടാവാൻ പറ്റട്ടെ, നല്ല രീതിയിൽ വീടെല്ലാം ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ദീപക് ഉറങ്ങായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഉടനെങ്ങാനും എണീറ്റാൽ നമുക്കൊന്നൊരു ഹലോ എങ്കിലും പറയായിരുന്നു.
പക്ഷെ എനിക്ക് സാരല്ല, ഉറങ്ങട്ടെ. അപ്പൊ ഞങ്ങൾ വന്നു, ഇങ്ങനെ വീടൊക്കെ കണ്ടു എന്നുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേച്ചാൽ മാത്രം മതി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും കൂടെ പറഞ്ഞേക്കണം ദീപക്കിന്. അപ്പൊ ശരി, താങ്ക് യു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. എന്നും മറ്റേ ഒരുപാട് പ്രായമായിന്ന് പറയല്ല, പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ മുതൽ കാണുന്ന ആ സൗന്ദര്യം ഇപ്പോഴും അതേപോലെ ഒരു മാറ്റം ഇല്ലാതെ ഉണ്ട് എന്നുള്ളതാണ്. ഒട്ടും ഇതില്ല. സമയം പോയെങ്കിലും ചേച്ചിക്ക് ഒരു മാറ്റം ഇല്ല. സ്റ്റേ ബ്യൂട്ടിഫുൾ എപ്പോഴും. അതെ അതെ, അവര് കളിയാക്കുന്നുണ്ട്. ചുമ്മാ എന്തായാലും സോ സ്വീറ്റ് ഓഫ് യുടാ. അപ്പൊ ശരി, കാണാം. അപ്പൊ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോട്ടെ കേട്ടോ. Thank you, ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഇനി യാത്രയില്ല, മനോഹരത്തിൽ നിന്നും മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഞാനും അങ്ങനെ ഇറങ്ങുകയാണ്. ബൈ ബൈ. ടാറ്റാ. ഓക്കെ, ബൈ. അരച്ച അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹോം ടൂർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു സെലിബ്രിറ്റിയുടെ ഇതേപോലെ മനോഹരമായ ഒരു വീടൊക്കെ ആയിട്ട് നമുക്ക് ഹോം ടൂറിലൂടെ ഉടനെ തന്നെ കാണാം. അപ്പോൾ ശരി, ബൈ.